അത് വിനയന്റെ നിർബന്ധം കൊണ്ടാന്ന് കരുതണ്ട. കുറെ നാളുകൾക്ക് ശേഷം ബന്ധുക്കൾ എല്ലാവരും ഒന്നുകൂടി പഞ്ചരത്നത്തിൽ ഒത്തുചേരൂല്ലോ എന്ന് കരുതി മാത്ര. ഇതിപ്പോ ഏറ്റവും വേണ്ടപ്പെട്ടവര് പോലും അന്നത്തെ ദിവസം പഞ്ചരത്നത്തിൽ എത്തിച്ചേരില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒരുക്കങ്ങളെല്ലാം കെങ്കേമായിട്ടും ആരും പങ്കെടുക്കാതിരുന്ന എല്ലാം വെറുതെ ആവില്ലേ? അതെങ്ങനെയാ അച്ഛാ? അച്ഛൻ പോയി ക്ഷണിച്ചവരൊക്കെ വരാതിരിക്കൂ? സുശീലാന്റിയെ ക്ഷണിക്കണ്ടെന്ന് അവരുടെ മക്കള് തന്നെയല്ലേ പറഞ്ഞത്? അപ്പൊ പിന്നെ അതിന്റെ പേരിൽ അവിടുന്ന് ആരും വരാതിരിക്കുന്ന പ്രശ്നമില്ലല്ലോ. അച്ഛന്റെ ഏറ്റവും വലിയ വിഷമം ദയക്കും ശബരിക്കും വരാൻ പറ്റാത്തതായിരിക്കും അല്ലേ? അവരൊരു ട്രീറ്റ്മെന്റിന് പോയതല്ലേ അച്ഛാ? ചിലപ്പോ അവര് ചടങ്ങിന് മുമ്പ് എത്താനും മതി. അതെ അച്ഛാ, അവളുടെ അസുഖം ആദ്യം മാറട്ടെ. ശബരിയുടെ അച്ഛൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ ബാക്കി എല്ലാരും വരും. മോന്റെ ചടങ്ങ് നമുക്ക് നല്ല രീതിയിൽ നടത്തണം അച്ഛാ. അപ്പൊ രഘു, നീ തിരിച്ചു വിളിക്കാതെ അവൻ ഇനി ഈ വീട്ടിൽ കയറില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്ക. രഘു ഇല്ലാതെ ഈ വീട്ടിൽ ഒരു ചടങ്ങ് നടത്തുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അമ്പിളി. എന്നെ ഓർത്തിട്ടെങ്കിലും നീ അവനോടൊന്ന് വരാൻ പറയണം. അച്ഛനെ മാത്രല്ല ചേച്ചി, എന്റെ മോനെയും ചേച്ചി ഓർക്കണം. ഞങ്ങൾ ഇത്രയും ദിവസം നോക്കിയത് ചേച്ചിയല്ലേ? അപ്പൊ മോന്റെ പേരില് ഈ വീട്ടിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങ് നമുക്ക് സന്തോഷമായിട്ട് നടത്തണ്ടേ ചേച്ചി? അച്ഛന് നീയൊക്കെ പറയുന്നത് കേട്ടാ രഘുവേട്ടനെ ഞാനിവിടെ ഇറക്കി വിട്ടതാണെന്ന് തോന്നുമല്ലോ. എന്നെ ശല്യം ചെയ്തതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ പേരിൽ ഇറങ്ങിപ്പോയത് ആ മനുഷ്യനല്ലേ. ഞാനുമായിട്ടുള്ള പ്രശ്നത്തിന് ഈ വീടും നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു പോവേണ്ട കാര്യം അങ്ങേർക്കില്ലല്ലോ. മോളെ, നിന്റെ ഈ വാക്കുകളിൽ തന്നെ രഘുവിനോടുള്ള അകൽച്ചയും അവഗണനയൊക്കെ വ്യക്തമാണ് അമ്പിളി. ആ മനുഷ്യൻ, അങ്ങേര്, ഇങ്ങനെയൊക്കെയാണോ ഭർത്താവിനെ വിളിക്കുന്നത്? അവനൊരു തെറ്റ് സംഭവിച്ചു പോയി, സമ്മതിച്ചു. പക്ഷേ അതവൻ തിരുത്താൻ തയ്യാറായാൽ ക്ഷമിക്കാനുള്ള മനസ്സ് നിനക്കും കാണിച്ചൂടെ അമ്പിളി? മോളെ അമ്പിളി, ഇത് ജീവിതമാണ്, മത്സരമല്ല. ഒരു കുടുംബം ജയിക്കാൻ വേണ്ടത് വാശിയല്ല, ക്ഷമയാണ്. നിന്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും രഘുവിനോട് ക്ഷമിക്കാനുള്ള മനസ്സ് നീ കാണിക്കണം മോളെ. മോളെ, ഞാൻ നിന്നോട് അപേക്ഷിക്കാം.